അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഫോംസിനെ കുറിച്ചാണ്. ഗൂഗിൾ ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു ഓൺലൈൻ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാം, അതെങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൂഗിൾ ആപ്സ് എന്നുള്ള ഓപ്ഷൻസ് എടുക്കുക, അതിനുള്ളിൽ നിന്ന് ഗൂഗിൾ ഫോംസിനെ സെലക്ട് ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ടെംപ്ലേറ്റ്സ് ആൻഡ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ കസ്റ്റമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ബ്ലാങ്ക് ക്വിസ് എന്നുള്ളതാണ് ചൂസ് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ജിമെയിലിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഐക്കണിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, ഏത് മെയിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മെയിലായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഗൂഗിൾ ഫോം വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ഗൂഗിൾ ഡ്രൈവിലായിരിക്കും ഈ ഫോം സ്റ്റോർ ആവുന്നുണ്ടാവുക. ഈ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ബ്ലാങ്ക് ക്വിസ് എന്നുള്ള പേര് മാറ്റിയിട്ട് ആ എക്സാമിനേഷൻ്റെ പേര് എന്താണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാൻ ആ എക്സാമിനേഷൻ്റെ പേര് കൊടുത്തു. ഫോം ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗത്ത് വന്നിട്ട് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സെക്ഷൻസ് എന്ന് പറയും. ഇപ്പോൾ ഈ കാണുന്ന ഈ ബ്ലൂ സ്ട്രിപ്പോട് കൂടെ നിങ്ങൾ കാണുന്നതാണ് ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടാവുക. അപ്പോൾ ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത് ഇവിടെ ഒരു സെക്ഷനും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 സെക്ഷൻ ഉണ്ടായിരിക്കും. ഒന്ന് മെയിനായിട്ടുള്ള എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന സെക്ഷനും രണ്ടാമത്തത് ക്വസ്റ്റ്യനെയർ അടങ്ങുന്ന സെക്ഷനുമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ തന്നെ പാർട്ട് എ ബി എന്നും പറഞ്ഞിട്ട് സെക്ഷൻസ് ഉണ്ടാക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം, ഇവിടെ നമുക്ക് സെക്ഷൻ ഏതാണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും റൈറ്റ് സൈഡിൽ ഈ ഓപ്ഷൻസ് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ആദ്യം കാണുന്നതാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ സെക്ഷനിൽ ആദ്യം ചെയ്യുന്നൊരു കാര്യം, ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്തതായിട്ട് കാണാം. ഇവിടെ വന്നിട്ട് ആഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ വന്നതിന് ശേഷം മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും ബൈ ഡിഫോൾട്ട് എല്ലായ്പ്പോഴും വരുന്നുണ്ടാവുക. അതിനൊന്ന് മാറ്റി ഷോർട്ട് ആൻസർ എന്നുള്ളത് ഞാൻ കൊടുക്കുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ട് സ്റ്റുഡൻറ്റ് നെയിം. ഇവിടെ റിക്വയർഡ് എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. ഇതെന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡൻറ്റ് ഒരാൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആളുടെ ഇമെയിൽ ID വെച്ചിട്ടായിരിക്കും ബൈ ഡിഫോൾട്ട് വരുന്നുണ്ടാവുക. ഒരു പക്ഷേ ആ സ്റ്റുഡൻറ്റിന് കയറാൻ സാധിച്ചില്ല, എക്സാമിനേഷന് ആളുടെ ഇമെയിൽ ID ഉള്ള മൊബൈൽ ഫോണിലൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചില്ല, ചിലപ്പോൾ ഒരു പക്ഷേ ആ വീട്ടിലുള്ള ആരുടെയെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ ഇമെയിൽ ID മാറിപ്പോവാം, അച്ഛൻ്റെയോ അനിയൻ്റെയോ ചേട്ടൻ്റെയോ ഹസ്ബൻഡെയോ ആരുടെ വേണമെങ്കിലും ആവാം. അപ്പോൾ ആ ഒരു സമയത്തൊരു കൺഫ്യൂഷൻ, ഇത് ഈ സ്റ്റുഡൻറ്റ് ആരാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് നെയിം എന്നുള്ളതിവിടെ ആഡ് ചെയ്യാം. എന്നിട്ട് റിക്വയർഡ് ഓൺ ചെയ്യാം. അപ്പോൾ എന്താ ബെനിഫിറ്റ് എന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ പേര് അടിക്കേണ്ടത് ഒരു നിർബന്ധിതമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. രണ്ടാമത് ഒരു ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അതാണ് രജിസ്റ്റർ നമ്പർ. രജിസ്റ്റർ നമ്പർ ഓർ എൻറോൾമെൻറ്റ് നമ്പർ ഏത് വേണമെങ്കിലും കൊടുക്കാം. അതും റിക്വയർഡ് ആക്കി മാറ്റുക. ഓക്കെ, ഈ 2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം സെക്ഷൻ 2ലേക്ക് വരുമ്പോൾ ഇപ്പോൾ പാർട്ട് എ ക്വസ്റ്റ്യൻസ് പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാനൊരു ഓപ്ഷനാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ക്വസ്റ്റ്യൻസ് ഞാൻ ടൈപ്പ് ചെയ്യണം. ഇവിടെ വന്നിട്ട് ഡിസ്ക്രിപ്ഷൻസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് പറയണം, അതായത് ഈച്ച് ക്വസ്റ്റ്യൻ കണ്ടെയ്ൻസ് 1 പോയിൻ്റെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ആൻസർ ഇനി 5 ഔട്ട് ഓഫ് 7 എന്നോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വയ്ക്കാം. ഇവിടെ വന്നിട്ട് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. ക്ലിക്ക് ചെയ്യുക ക്വസ്റ്റ്യനിൽ. ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തു. ഞാൻ അതിൻ്റെ ഓപ്ഷൻസ് ആണ് താഴെ കൊടുക്കുന്നത്. ഓപ്ഷൻ 1 കാണുന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഓപ്ഷൻസ് ടൈപ്പ് ഇൻ ചെയ്യാണ്. അടുത്ത ഭാഗത്ത് ആഡ് ഓപ്ഷൻ എന്നും കാണാം, ആഡ് അതർ എന്നും കാണാം. ഞാൻ ആഡ് ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. 4D. ഇനി ആഡ് അതർ ആണ് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് അവിടെ അതർ എന്നും പറഞ്ഞിട്ടൊരു ഭാഗം വരും. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആഡ് ആൻസർ കീ എന്നുള്ളതാണ്. ആൻസർ കീനെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്നുണ്ടെങ്കിൽ അതിനെ ചൂസ് ചെയ്യാം.
അതിനുശേഷം ഇവിടെ എത്രയാണ് അത് പോയിന്റ്സ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. എത്ര പോയിന്റ്സ് ആണ് ആ ക്വസ്റ്റ്യന് കൊടുക്കുന്നത് എന്നുള്ളത്. ഡൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ക്വസ്റ്റ്യൻ ആ സ്റ്റുഡൻറ്റ് മസ്റ്റായിട്ടും ആൻസർ ചെയ്തേ മതിയാവൂ എന്നുണ്ടെങ്കിൽ റിക്വയർഡ് ഓൺ ചെയ്യുക. റിക്വയർഡ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റ് ആൻസർ കൊടുത്താൽ മാത്രമേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയും ആ ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആവുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ആ സ്റ്റുഡൻറ്റിന് 10 ക്വസ്റ്റ്യനിൽ നിന്ന് 5 എഴുതിയാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റിക്വയർഡ് മുകളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് എന്തായാലും കൊടുക്കുക, എങ്കിൽ മാത്രമേ അവർ കറക്റ്റായിട്ട് അത് ടൈപ്പ് ചെയ്യത്തുള്ളൂ. റഷ് ചെയ്തിട്ട് ചിലപ്പോൾ ടൈപ്പ് ചെയ്തില്ല എന്ന് വരാം. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ് മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ. ഇനി പുതിയൊരു ക്വസ്റ്റ്യൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണത് ഇവിടെ വന്നിട്ട് ആഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഇതിൽ വന്നതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ട്രൂ ഓർ ഫാൾസ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇതിൽ ട്രൂ ഓർ ഫാൾസ് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ ഒരു സജഷൻ വന്നു. ആഡ് ഓൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് വരും. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യാം, ആൻസർ കീനെ ക്ലിക്ക് ചെയ്യാം, ട്രൂ ആണെന്ന് കൊടുക്കാം, എത്ര പോയിന്റ്സ് ആണെന്നുള്ളത് ഇവിടെ ആഡ് ചെയ്യാം, ഡൺ കൊടുക്കാം. ഇതേ രീതിയിലാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മാറ്റുകയാണ്. ഞാനിവിടെ ക്വസ്റ്റ്യനിൽ വന്നു. ഇപ്പോൾ എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് അനിമേഷൻ എന്ന് പറഞ്ഞപ്പോൾ ബൈ ഡിഫോൾട്ട് അതൊരു പാരഗ്രാഫായിട്ട് മാറി. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ആൻസർ കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരെണ്ണം കൊടുത്തിട്ട് ഇതേപോലെ തന്നെ വരണം എന്നുള്ളത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ചെയ്യാൻ പോകുന്നത് പോയിന്റ്സ് എന്നുള്ള ഭാഗത്ത് എത്ര പോയിന്റ്സ് ആണ് ആ ഒരു ക്വസ്റ്റ്യന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റ്സ് കൊടുക്കുക, ഡൺ കൊടുക്കുക. ഇവിടെ വരുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റഡ് ആയിട്ട് നമുക്ക് സ്കോർ തരും. ഇതിന് സ്കോർ ടോട്ടൽ വരില്ല. ഇതൊരു ടീച്ചർ ഇരുന്ന് എത്രയാണെന്നുള്ളത് വായിച്ച് നോക്കിയിട്ടാണ് ആ സ്കോർ അവിടെ ഇൻപുട്ട് ചെയ്യേണ്ടത്. ഇതാണ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത. ഇനി അടുത്തത് ആഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഞാൻ വീണ്ടും എടുക്കുന്നു. ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ വരും. ചെക്ക് ബോക്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഡ്രോപ്പ് ഡൗണിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10 ചോയ്സ് ഉണ്ട്. അതിൽ 5 എണ്ണം അവർ ടിക്ക് ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ആൻസർ ആവൂ. അപ്പോൾ അവർക്ക് പോയിന്റ്സ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചെക്ക് ബോക്സസ്. അതായത് ചില ഫാക്ട്സോ അല്ലെങ്കിൽ ചില സർട്ടൻ റൂൾസൊക്കെ വന്നിട്ട് എല്ലാ പോയിന്റ്സും ചെക്ക് ചെയ്താൽ മാത്രമാണ് കറക്റ്റ് ആവുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ബോക്സസ് യൂസ് ചെയ്യാം. ഡ്രോപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ള ആ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നു. പിന്നെ ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ്, ബട്ട് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ആൻസർ, പാരഗ്രാഫ്, പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ്, ഇത്തരം കാര്യങ്ങളായിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒന്നാണ് ഫയൽ അപ്ലോഡ് എന്നുള്ളത്. ഫയൽ അപ്ലോഡ് ഉപയോഗിക്കേണ്ട വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് റൈറ്റ് ഡൗൺ ചെയ്തിട്ട് ആൻസേഴ്സ് വന്നിട്ട് റൈറ്റ് ഡൗൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ചാർട്ടുകൾ ഡയഗ്രാംസ് ഒക്കെ ഡ്രോ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്ലോഡ് ഫയൽ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളോട് പറയും ഗൂഗിൾ ഡ്രൈവിലേക്കാണ് അത് അപ്ലോഡ് ആവുക, അപ്പോൾ നമുക്കൊരു ഫോൾഡർ വേണമെന്ന് പറയും. ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക, കാരണം നമുക്ക് ഓൾറെഡി ഒരു ജിമെയിൽ ഉണ്ടല്ലോ, അതിനെ അഫിലിയേറ്റ് ചെയ്തിട്ട് ഒരു ഫോൾഡർ അവിടെ ജനറേറ്റ് ആവും. ഇത് ജനറേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കും എത്ര ഫയൽസ് വരെ അവർക്ക് അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് എത്ര വരെ ഫയൽസ് അവർക്ക്, അതായത് PDF JPG ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ ഫയൽസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അവർ അപ്ലോഡ് ചെയ്യേണ്ട ഫയലിൻ്റെ സൈസ് എത്ര വേണം എന്നുള്ളത് നമുക്കിവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു 10 പേജുള്ള ഒരു PDF ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും ഒരു 10 MB എന്തായാലും ഇടണം. ഓക്കെ, കാരണം പല സ്റ്റുഡൻസും പല ആപ്പ് ഉപയോഗിച്ചിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ എത്ര സൈസ് വരുന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ആ സ്കാൻ ചെയ്യുന്ന ആ ഇമേജിൻ്റെ സൈസ് ഒന്നാമത്, രണ്ടാമത് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു 100 MB വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവർ അയച്ചു തരാൻ പോണ ഒരു 2-3 പേജ് ആണെങ്കിൽ 10 MB ഇടേണ്ട ആവശ്യമുള്ളൂ, അതിനുള്ളിൽ തീരും. അതിനുശേഷം നമുക്ക് സ്പെസിഫിക് ഫയൽ ടൈപ്സും മതി എന്നുണ്ടെങ്കിൽ, അതായത് PDF PNG ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. PDF ഫയലും JPEG ഇമേജ് ഫയല്, പിന്നെ സ്പ്രെഡ്ഷീറ്റ് ആണെങ്കിൽ സ്പ്രെഡ്ഷീറ്റ്, ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഡോക്യുമെൻറ്റ്, ഇതേ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് മാത്രമായിട്ട് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ദെൻ ക്വസ്റ്റ്യൻ നമുക്കിവിടെ ആഡ് ചെയ്യാം. എന്തെങ്കിലും ഡയഗ്രോ അല്ലെങ്കിൽ എന്തെങ്കിലും വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ,
ദെൻ അത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ കുറച്ച് എളുപ്പത്തിൽ പറഞ്ഞു തന്നതാണ് ഈ ഒരു മെത്തേഡ്. നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഇത് എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ വ്യൂവിൽ എങ്ങനെ കാണുന്നത് എന്നുള്ളത് നോക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ വരും 6th സെമസ്റ്റർ 3D എക്സാമിനേഷൻ May 2021. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി ഡിഫോൾട്ടായിട്ട് എൻ്റെ മെയിൽ ഐ ഡിയിലേക്കാണ് ഇതൊക്കെ പോകാമെന്ന് പറയുക അവരുടെ അടുത്ത്. അതൊരു സേഫ്റ്റി പ്രിക്കോഷനാണ്. ഇവിടെ വന്നിട്ട് സ്റ്റുഡൻറ്റിൻ്റെ പേര്. അപ്പോൾ സ്റ്റുഡൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അതാണ് ഞാൻ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരുന്നത്. രജിസ്റ്റർ നമ്പറിൽ വന്നതിന് ശേഷം അതിനുശേഷം ഞാൻ നെക്സ്റ്റ് അടിക്കുന്നു. അപ്പോൾ അത് ഓൾറെഡി നമ്മുടെ ഗൂഗിൾ ഫോമിൻ്റെ ഇതിൽ സ്റ്റോറായി. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ ചൂസ് ചെയ്യാണ്. ഞാനിവിടെ ഫയൽ ആഡ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് സബ്മിറ്റ് ആണ് കൊടുക്കുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് വ്യൂ സ്കോർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരും. ടോട്ടൽ പോയിൻറ്റ്സ് 2 ആണ്, 2 കിട്ടിയിരിക്കുന്നത് 7 പോയിൻറ്റ്സിൽ നിന്ന്. ശരിയായിട്ടുള്ള ആൻസറും കാണിച്ചു തരും. ഇതിവിടെ കാണിച്ചു തരാത്തതിൻ്റെ റീസൺ ഇതൊരു ടീച്ചറിൻ്റെ മുന്നിലേക്കാണ് ഇതെത്തുക. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് കളയുന്നു. റെസ്പോൺസ് എന്നുള്ളത് എടുക്കുക. അപ്പോൾ ഞാനാണിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ക്വസ്റ്റ്യൻസും റെസ്പോൺസും കിട്ടും. റെസ്പോൺസിൽ വന്നതിന് ശേഷം ഞാൻ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓവറോൾ പിക്ചറാണ് കിട്ടുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഇൻഡിവിജ്വൽ എടുക്കുക. ഇൻഡിവിജ്വൽ എടുത്തതിന് ശേഷം നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സസ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ MCQs ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ എക്സാമിനേഷൻ ഫിനിഷ് ആവും. പക്ഷേ പാരഗ്രാഫ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യനോ അപ്ലോഡ് ചെയ്യാനുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർ തന്നെ ആ സ്കോർ കൊടുത്താൽ മാത്രമേ അത് ഫൈനലൈസ് ആവുള്ളൂ. ഞാനിവിടെ വന്ന സ്റ്റുഡൻറ്റിന് 5 മാർക്കാണെങ്കിൽ 5 മാർക്ക് അങ്ങോട്ട് കൊടുത്തു. സേവ് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ ആളുടെ സ്കോർ ഇവിടെ മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതേപോലെ നമ്മൾ എത്ര സ്റ്റുഡൻസാണ് ഫീഡ്ബാക്ക് തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വരും. ഓരോരുത്തരുടെയും ആക്സസ് ചെയ്യാനായിട്ട് എനിക്ക് ഈ ലിസ്റ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ലിസ്റ്റ് എനിക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നെക്സ്റ്റ് റെസ്പോൺസ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും കിട്ടും. അപ്പോൾ ഞാൻ ആ പേര് ഇടാനുള്ള രജിസ്റ്റർ നമ്പറും പേരിടാനുള്ളത് വെച്ചുകൊണ്ടാണ് എളുപ്പത്തിൽ ആ ഒരു കാര്യം നടക്കുന്നത്. അത് വെച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ സ്റ്റുഡൻറ്റ് ഏത് സ്റ്റുഡൻ്റാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായെന്ന് വരില്ല. ഇനി മറ്റൊരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട് ഇതിൽ. ഇപ്പോൾ എക്സാമിനേഷൻ 11 മണിക്ക് തീരുന്നു, 11:05 വരെ ടൈമുണ്ട് സ്റ്റുഡൻസിന് അപ്ലോഡ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ടീച്ചർ ചെയ്യേണ്ടത് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടിരിക്കണമുണ്ട്. ഷെഡ്യൂൾ നമുക്ക് ചെയ്തിടാനുള്ളൊരു ഓപ്ഷൻ ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ 11:05 കറക്റ്റ് ഈ എക്സാമിനേഷൻ സ്റ്റോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഈ റെസ്പോൺസ് എന്നുള്ളതിൽ അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ഇനി ആർക്കും തന്നെ റെസ്പോൺസസ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി അടുത്തത് എല്ലാവർക്കും സ്കോർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം, പബ്ലിഷ് ചെയ്യണം അല്ലെങ്കിൽ റിപ്പോർട്ടിന് വെക്കണം എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം സ്റ്റാമ്പ് കാണിച്ചു തരും. ഇത്ര ടൈമിലാണ് അത് സബ്മിറ്റ് ആയിരിക്കണം എന്നുള്ളത്. സ്കോർ എത്രയാണ്, സ്റ്റുഡൻറ്റിൻ്റെ പേരെന്താണ്, രജിസ്റ്റർ നമ്പർ എന്താണ്. പിന്നെ ഇവിടെ വരുന്നത് അവർ ചെയ്തിരിക്കുന്ന ആൻസേഴ്സ്, കൊടുത്തിരിക്കുന്ന ആൻസേഴ്സാണ് വരിക. അപ്പോൾ നമുക്ക് മെയിനായിട്ട് എന്താ വേണ്ടത്, ഇത്രയും ഭാഗം മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇത്രയും സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് പറയുന്നു. ഇവിടെ വന്നതിന് ശേഷം കറൻറ്റ് സെലക്ഷൻ, അതായത് സെലക്റ്റഡ് സെൽസ് മാത്രം കൊടുക്കുന്നു. പോർട്രേറ്റ് ആണ് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ഞാൻ ചൂസ് ചെയ്യണം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ സ്കോറും കിട്ടും, സ്റ്റുഡൻറ്റ് നെയിമും കിട്ടും, രജിസ്റ്റർ നമ്പറും കിട്ടും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് പ്രിൻ്റ് അടിച്ചിട്ട് എന്തെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള പർപ്പസിന് അല്ലെങ്കിൽ പ്രൂഫായിട്ടോ സേവ് ചെയ്ത് വയ്ക്കാം. സ്റ്റുഡൻസിന് ഇത് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കാം. മെയിൽ അയക്കേണ്ടതായിട്ടുള്ള റിപ്പോർട്ടും മറ്റു കാര്യങ്ങൾക്കും മെയിലോ അറ്റാച്ച്മെൻ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സ്റ്റുഡൻറ്റിന് സ്കോറും അപ്പോൾ തന്നെ അറിയാവുന്നതുകൊണ്ട് അതും വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കുന്ന ഒന്നാണ്. ഇനി ഈ ഫോമിനെ നമുക്ക് എങ്ങനെ ഷെയർ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമുക്കിവിടെ സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യാം. സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ടുള്ള ഓപ്ഷനുകളൊക്കെയാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ലിങ്കിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് URLനെ ഷോർട്ടൻ ആക്കണമെങ്കിൽ ആക്കാം, കുഴപ്പമില്ല. ഫുള്ളായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം, നോ ഇഷ്യൂസ് ദയർ. ഇവിടെ എടുത്തതിന് ശേഷം കോപ്പി പറയാം, ക്ലോസ് ചെയ്യുക, ഗൂഗിൾ ക്ലാസ് റൂം എടുക്കുക, ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അസൈൻമെൻ്റ് ആയിട്ടോ ക്വസ്റ്റ്യൻ ആയിട്ടോ ഇടാം. ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇടാറ്.
അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റൻഡൻസും അന്നത്തെ ദിവസത്തെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ചെയ്യാനായിട്ട് ആ സ്റ്റുഡൻറ്റിന് സാധിക്കും, എന്നതോടൊപ്പം തന്നെ എക്സാമിനേഷനും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ വന്നു, ക്വസ്റ്റ്യനിലെടുത്തു. അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ സ്റ്റുഡൻറ്റ് ഇന്ന ടൈമിന് വന്നിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സബ്മിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റ് എന്തായാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമല്ലോ. അപ്പം നമുക്കറിയാം രാവിലെ ഈ സ്റ്റുഡൻറ്റ് ഇന്ന ടൈമിനാണ് വന്ന് ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇടുന്നത്. ഇവിടെ വന്നതിന് ശേഷം മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കുന്നു. ഇവിടെ പ്രസൻറ്റ്, ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ആ ഡേറ്റ് 8/6/2021 എന്നുള്ളതാണെങ്കിൽ ആ ഡേറ്റ്. ഇവിടെ വന്നിട്ട് പോയിൻറ്റ്സ് നമ്മൾ അറ്റൻഡൻസിനുള്ള പോയിൻ്റാണ്. അപ്പോൾ ഒരു 1 ഡേറ്റ്, ഡ്യൂ ആയിരിക്കുന്ന ഡേറ്റ് ആണ് പറയുന്നത്. അത് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ ഒരു 15-20 മിനിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ 8-ാം തീയതി 9 മണിക്കാണ് എക്സാമിനേഷൻ എന്നുണ്ടെങ്കിൽ ഡ്യൂ ടൈം ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് 9:15 AM. ഇനി ഇവിടെ നമ്മൾ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയലിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെങ്കിൽ, ഞാൻ ഇവിടെ നിന്ന് ഓൾറെഡി കോപ്പി ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അഡ്രസ്സ് അല്ല കോപ്പി ചെയ്യേണ്ടത്. ഈ സെൻഡിൽ വരിക, ഇവിടെ കാണുന്ന ലിങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുക, ജസ്റ്റ് 1 ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് കോപ്പി എടുക്കാം. ലിങ്ക് ഷോർട്ടൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോർട്ടൺ URL എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടായാലും കോപ്പി ചെയ്യാം, വർക്ക് ചെയ്യും. ക്ലോസ് ചെയ്തതിന് ശേഷം ക്ലാസ് റൂമിൽ വരിക, ഇവിടെ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഒരു ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. Ctrl+V ആണ് ഷോർട്ട് കട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ആഡ് ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഫോം ഇവിടെ അറ്റാച്ച് ആവും. അത് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് അത് തന്നെയല്ലേ എന്ന് വരുത്താനായിട്ട്, ഇൻ കേസ് നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ കോപ്പി ചെയ്തപ്പോൾ വേറെയും ഒരു ഫോം കോപ്പി ചെയ്തിട്ടുണ്ടാകുന്നു, ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് അത് വരും. ഇവിടെ ഇപ്പോൾ ഞാൻ ആ റെസ്പോൺസ് ഓഫ് ചെയ്തിട്ടുണ്ടാണ് കേട്ടോ ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് റെസ്പോൺസ് എന്തായാലും ഓൺ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എക്സാമിനേഷൻ തീരുന്ന സമയത്ത് മാത്രം നമ്മൾ അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് നമ്മൾ ഓഫ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ജസ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിനേഷൻ്റെ ആ സ്റ്റാർട്ടിലേക്ക് വന്നു. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഇത്രയും ചെയ്തതിന് ശേഷം ഇപ്പോൾ നാളെ രാവിലെ 9 മണിക്കാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ടീച്ചറിന് രാവിലെ ഇൻ്റർനെറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 9 മണിക്ക് വേറൊരു ചാൻസ് എടുക്കണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു ടെക്നിക്ക്, ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ ഫോം ഇവിടെ അറ്റാച്ചായി, ഡേറ്റ് ഇട്ടു, അറ്റൻഡൻസിൻ്റെ ഭാഗം ക്ലിയർ ആണ്, ഡ്യൂ ഡേറ്റ് സെറ്റ് ചെയ്തു. ഇവിടെ വന്നിട്ട് ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പറയും നമ്മൾ ഡ്യൂ ഡേറ്റ് സെറ്റ് ചെയ്തതിന് തൊട്ട് മുമ്പായിട്ട് വേണം ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ ഡേറ്റ് ഞാൻ 8-ാം തീയതി തന്നെ കൊടുക്കുന്നു. സമയം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 8:58. അപ്പോൾ അത് ഡിഫോൾട്ടായിട്ട് വന്നുള്ളൊരു ടൈമാണ്, ഞാൻ പ്രീവിയസ്ലി എൻ്റർ ചെയ്തിട്ടുണ്ട് ഇത് മുമ്പ്, അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 8:58 AM കൊടുത്തു. അപ്പോൾ സംഭവിക്കുന്നത് 8:58 ഈ ഒരു പോസ്റ്റ് ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെഡ്യൂൾഡ് ആണ്. അത് കറക്റ്റ് 8:58 തന്നെ പോസ്റ്റാവും സ്റ്റുഡൻസിന്. അപ്പോൾ എന്താ ബെനിഫിറ്റ് എന്നുണ്ടെങ്കിൽ ഇവർ 9 മണിക്ക് കയറിയാലും 8:58 ചില സ്റ്റുഡൻസ് വന്നിട്ട് നേരത്തെ ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്തിരിക്കും. അവർക്കാണെന്നുണ്ടെങ്കിലും പുതിയ സ്റ്റുഡൻസിനാണെങ്കിലും ചിലപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ആയി വരാൻ ടൈം എടുക്കും. അപ്പോൾ അവരുടെ വിലപ്പെട്ട സമയം കളയണ്ട. ഒരു 9 മണിക്ക് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞാലും 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് മുമ്പേ വന്നാലും അവർ ഗൂഗിൾ ക്ലാസ് റൂമിൽ വന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് ഈ ഗൂഗിൾ ഫോമിനെ ക്ലിക്ക് ചെയ്ത് പോകാനായിട്ട് എന്തായാലും ഈ 2 മിനിറ്റ് ടൈം എടുക്കും. അതുകൊണ്ടൊരു 2 മിനിറ്റ് മുൻപേ ഇട്ടുകൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കറക്റ്റ് 11 മണിക്കാണ് എക്സാമിനേഷൻ എന്നുണ്ടെങ്കിൽ 11 മണിക്കോ അല്ലെങ്കിൽ എത്ര മണിക്കാണ് ഇത് റെസ്പോൺസ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം ടീച്ചർ ഇത് ഓപ്പൺ ചെയ്തിട്ട് റെസ്പോൺസ് ഓഫ് ചെയ്തിട്ടാൽ മതി. ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഗൂഗിൾ സർവീസ് ഉപയോഗിച്ചുകൊണ്ട്, ഗൂഗിൾ ക്ലാസ് റൂമും ഗൂഗിളിൻ്റെ ഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്രദമായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ സജഷൻസും മറ്റു കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ഇൻ ചെയ്യാം. ആർക്കെങ്കിലും ഈ വീഡിയോ ഉപയോഗപ്രദമാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു.